ഇടയിലക്കാട്ടെ പരേതനായ വി സുനിലിന്റെ മകനാണ് കെ അർജുൻ. വീട് നിർമ്മാണത്തിനായി കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയിൽ നിന്നും സുനിൽ എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് അർജുന്റെ വീടും 17.25 സെന്റ് സ്ഥലവും ലേലം ചെയ്യാൻ ബാങ്ക് തീരുമാനിക്കുന്നത്. യാദൃശ്ചികമെന്ന് പറയട്ടെ, അർജുന്റെ പരീക്ഷാ ദിനമായ ഫെബ്രുവരി 17-നാണ് ലേലവും നിശ്ചയിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലെ വ്യാപാരിയായിരുന്ന സുനിൽ 2021-ൽ രോഗബാധിതനായി മരിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ജീവിതതാളം തെറ്റിയത്. അച്ഛന്റെ മരണശേഷം വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും മുടങ്ങി. പാരമ്പര്യ സ്വത്തിന്റെ വിഹിതം കിട്ടിയപ്പോൾ ചെറിയൊരു തുക അടച്ചതൊഴിച്ചാൽ ബാക്കി തുക കണ്ടെത്താൻ ഈ കൊച്ചു കുടുംബത്തിന് സാധിച്ചില്ല. അമ്മയുടെ പുനർവിവാഹത്തോടെ അമ്മൂമ്മയുടെ സംരക്ഷണത്തിലായിരുന്ന അർജുനും സഹോദരിയും ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതോടെ അർജുൻ ഇപ്പോൾ ചെറുവത്തൂർ മുണ്ടക്കണ്ടത്തെ വീട്ടിലാണ് താമസം. 8 ലക്ഷത്തിലധികം കടമുള്ളതിനാൽ നിലവിൽ 10 ദിവസമായി അർജുന്റെ വീട് ബാങ്ക് അധികൃതർ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. 8,12,959 രൂപയാണ് ബാങ്കിന് ലഭിക്കേണ്ടത്. 17.25 സെന്റ് സ്ഥലത്തിനും വീടിനും 19,62,000 രൂപയാണ് ബാങ്ക് തീരുമാനിച്ച മതിപ്പ് വില. പഠനം കഴിഞ്ഞ് ഒരു ജോലി നേടി കടം വീട്ടാമെന്ന അർജുന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ബാങ്കിന്റെ കടുത്ത നടപടികൾ വിലങ്ങുതടിയാവുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി പഠനത്തിൽ ശ്രദ്ധിക്കാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും ഇതുവരെ അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പഠിച്ച് ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഈ കടം തീർക്കാം, അതുവരെ എനിക്ക് സാവകാശം നൽകണം എന്ന അർജുന്റെ ഈ അപേക്ഷയിൽ ഒരു നാടിന്റെ മുഴുവൻ വേദനയുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ഇരുട്ടിലാക്കുന്ന ബാങ്ക് നടപടികളിൽ ജില്ലാ ഭരണകൂടം ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഇടപെടലിൽ +2 പരീക്ഷ കഴിയുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ബാങ്ക് അധികൃതർക്ക് മുന്നിൽ MP നിർദ്ദേശിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെട്ടത്. ഇതോടെ അർജുന് താൽക്കാലിക ആശ്വാസമായി. എന്നാലും പരീക്ഷാ ഹാളിൽ ശാന്തമായിരിക്കേണ്ട അർജുന് സ്വന്തം വീട് ലേലം വിളിക്കുന്നത് കേട്ടുനിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു സമൂഹത്തിന് തന്നെ അപമാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.